ഗുഡ് മോർണിംഗ്. സോ 23 ആണ് ജൂലൈ. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. നാളെ ന്യൂ മൂൺ ആണ്. സോ ഇവിടെ പൈലായിട്ട് വെച്ചിട്ടുണ്ട് പൈൽ 1 ആൻഡ് പൈൽ 2. പൈൽ 1ന് ഏഞ്ചൽ ആൻസേഴ്സും പൈൽ 2ൻ്റെ ഏഞ്ചൽ ആൻസേഴ്സും ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതാണ് നോക്കുന്നത് കേട്ടോ. സോ പൈൽ 1 നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നത്, എത്ര പെട്ടെന്നാണ്, ടൈം പീരീഡും കൂടിയാണ് നോക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇന്നർ ചൈൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വിത്തിൻ ഒരു ഇയർ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പ്രോസ്പെറിറ്റിയും അബണ്ടൻസും വെൽത്തും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കരിയർ റിലേറ്റഡ് ആയിട്ടും കൂടെ കുറച്ചുകൂടി അവെയർ ആവുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിൽ പെൻറ്റക്കിൾസിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ ലൈഫിലെ എല്ലാ കോർണേഴ്സിലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് യെസ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാർഡാണ് യെസ് എക്സ്ക്ലമേഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് വരുന്നതായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, സോ യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫൈൽ 1 ചൂസ് ചെയ്തവർക്ക് ഒരു പേഴ്സൺ വരുന്നതായിട്ടാണ്. നിങ്ങളുടെ മനസ്സിൽ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊരു യെസ് ആണ്. വിത്തിൻ ഇയർ ഒരു കൊല്ലം കൊണ്ട് വരുന്നു എന്നാണ് അത് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ പൈൽ 1 ഞാൻ നീക്കി വെക്കുകയാണ്. ലെറ്റ്സ് ചെക്ക് പൈൽ 2. ഇതാണ് പൈൽ 2. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഏത് കാർഡാണ്. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. സോ ബാലൻസ് ആണ് പറയുന്നത്, റീബാലൻസ്. ഒരു ബാലൻസ് കുറവുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരിക. ഗിഫ്റ്റ്, ഇത് 2 പേരെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈക്വലി ട്രീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഗിഫ്റ്റ് കിട്ടാം, ചാരിറ്റി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്വത്ത് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡിവിഷൻസ് ഒക്കെ നടക്കുന്നതായിരിക്കാം. ഓക്കെ, 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതും പെൻറ്റക്കിൾസ് എനർജിയാണ്. എർത്ത് എലമെന്റ് ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് കാണിക്കുന്നത്. ഏഞ്ചൽ ആൻസേഴ്സ് യെസ്, ടേക്ക് ആക്ഷൻ. അപ്പോൾ ഈ ഒരു ബാലൻസ് വരണം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആക്ഷൻ, എവിടേക്കോ ആക്ഷൻ എടുക്കാറുണ്ട്. നിങ്ങളുടെ ഫയർ സൈൻ, ഒരു ഫയർ ബിൽഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം എവിടേക്കോ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വെയിറ്റ് ചെയ്യാതെ ലൈഫിൽ ഒന്നുകൂടി നിങ്ങളെ ലൈഫിലേക്ക് ഒന്നുകൂടി ഡിഗ് ചെയ്ത് പോയിട്ട് ഡീപ്പറായിട്ട് ഹീലിംഗ് ചെയ്യാം, ക്ലാരിറ്റി കൊണ്ടുവരാം. എവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടത്, ആക്ഷൻ എടുക്കണം എന്ന് അറിഞ്ഞിട്ടും എടുക്കാതെ ഇരിക്കരുത്. അത് ലാഗ് കൊണ്ടുവരും. അങ്ങനെ ലാഗ് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതാണ് കാർഡ് വന്നിട്ടുള്ളത് കേട്ടോ. പൈൽ 1 ആൻഡ് പൈൽ 2ന്റെ കാർഡ്. നല്ല കാർഡ്സുകളാണ് വന്നിട്ടുള്ളത്. പൈൽ 1 ഒന്നുകൂടിയും എന്താ പറയുന്നത്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്നർ ചൈൽഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാം. ഈ ഒരു പേഴ്സണ് കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. ഭയങ്കര സൈലന്റും പേഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഇന്നർ ചൈൽഡ് ഇഷ്യൂസിൽ വർക്ക് ചെയ്യുക. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് DF ബാലൻസിങ് മെഡിറ്റേഷൻസ് ചെയ്യാം. പൈൽ 2ന്റെ കേസ് ആൻഡ് ടേക്ക് എ